റോട്ടിലൂടെ കാട്ടിലൂടെ ഒക്കെ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. കടലിലൂടെ ബൈക്ക് ഓടിക്കാൻ പറ്റുമോ സക്കീർ ബൈക്ക്? അങ്ങനെ പറ്റുന്ന ഒരാളുണ്ട്. ഒരു യുവാവാണ് അത്തരത്തിലുള്ള കാര്യം തെളിയിച്ചിരിക്കുന്നത്. ജോർജിയൻ ബൈക്ക് റൈഡറാണ് അദ്ദേഹം. കരിങ്കടലിലൂടെ അതിസാഹസിക യാത്ര നടത്തിയത്. 1-2 കിലോമീറ്റർ അല്ല, 30 കിലോമീറ്ററാണ് റൈഡർ സഞ്ചരിച്ചത്. നമുക്ക് ആദ്യം ആ സാഹസിക യാത്ര ഒന്ന് കാണാം. ദേവിക രുക്മിയുണ്ട് നമുക്കൊപ്പം ഈ സാഹസിക യുവാവിന്റെ സാഹസിക വിവരങ്ങൾ നൽകാനായിട്ട്. ദേവിക, ഒരു അനായാസം അങ്ങനെ ഓടിച്ചങ്ങ് പോവുകയാണ്. ഇത് എപ്പോഴായിരുന്നു ഈ സാഹസിക യാത്ര അദ്ദേഹം നടത്തിയത്? അദ്ദേഹത്തിന്റെ പേരെന്താണ്? ആരാണ് അത്ഭുത മനുഷ്യൻ? അതെ, ഈ വെള്ളത്തിന് മുകളിലൂടെയുള്ള ഈ ഒരു ബൈക്ക് യാത്രയൊന്നും നമ്മൾ അധികം കാണാത്ത ഒരു കാഴ്ചയാണ്. ജോർജിയയിലാണ് ഈ ഒരു സംഭവം. 2 ദിവസം മുൻപാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ജോർജിയയിലെ ഒരു പ്രൊഫഷണൽ റൈഡറായ ജോർജി ആണ് ഈ ഒരു യാത്ര നടത്തിയിരിക്കുന്നത്. നമ്മൾ ഇത് കാണുമ്പോൾ അനായാസമായി തോന്നുമെങ്കിലും ഇദ്ദേഹം ഒരു 6 മാസത്തോളം കഠിനമായ ഒരു പരിശീലനമൊക്കെ നടത്തിയിട്ടാണ് ഈ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബൈക്കും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും, ഇത് പ്രത്യേകം സജ്ജീകരിച്ചാൽ ഈ കരിങ്കടലിന് മുകളിലൂടെ ഈ ഒരു യാത്ര നടത്താൻ പ്രത്യേകം സജ്ജീകരിച്ചൊരു ബൈക്കാണ് ഇതിനു വേണ്ടി ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്തെന്നാൽ 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു റൈഡറാണ് ഇദ്ദേഹം. അപ്പോൾ ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും കഠിനമായ ജോർജി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അതെ, ജോർജിയയിലെ കരിങ്കടലിന് മുകളിൽ കൂടെയാണ് ഏകദേശം ഒരു 33 കിലോമീറ്ററോളം ഇദ്ദേഹം ഈ ഒരു യാത്ര നടത്തി. ഇതിൽ കൂടി ഒരു പുതിയ ഒരു ലോക റെക്കോർഡും ഇദ്ദേഹം സ്വന്തമാക്കി. ഇതിന് മുൻപ് 32 കിലോമീറ്റർ ആയിരുന്നു നിലവിലെ റെക്കോർഡ്. ആ റെക്കോർഡാണ് ഇപ്പോൾ ജോർജി തകർത്തിരിക്കുന്നത്. എന്തായാലും ഇനിയും മറ്റുള്ള റെക്കോർഡുകൾ ഭേദിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.